കീരമ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ തൈറോയിഡ് പരിശോധനയ്ക്കുള്ള മെഷീൻ വാങ്ങുന്നതിന് DMO ഓഫീസ് തടസ്സമാകുന്നു എന്ന് പരാതി. ഡീൻ കുര്യാക്കോസ് MP അനുവദിച്ച ഫണ്ട് ലാപ്സ് ആകാൻ സാധ്യത. ബയോമെഡിക്കൽ എഞ്ചിനീയറുടെ നിരുത്തരവാദിത്തപരമായ ഇടപെടലെന്നും ആക്ഷേപം. തീർത്തും നിർധനരായ രോഗികളെ ആശ്രയിക്കുന്ന ആതുര സേവന കേന്ദ്രമാണ് കീരമ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. 300ഓളം രോഗികൾ ദിവസേന വന്നു പോകുന്ന ഇവിടെ തൈറോയിഡ് പരിശോധനയ്ക്കുള്ള മെഷീൻ വാങ്ങുന്നതിന് 1.5 വർഷം മുമ്പ് ഡീൻ കുര്യാക്കോസ് MP ഫണ്ട് അനുവദിച്ചതാണ്. എന്നാൽ ഓരോരോ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയം ഇതിന് വിലങ്ങുതടിയാകുന്നു എന്നാണ് പരാതി. ഈ വിഷയത്തിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറുടെ ഇടപെടലും നിരുത്തരവാദിത്തപരമാണെന്നും പരാതികൾ ശക്തമാണ്. MP അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ലാപ്സ് ആവുന്നതിന് മുമ്പ് എത്രയും വേഗം മെഷീൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരോഗ്യ വകുപ്പ് അധികൃതർ സ്വീകരിക്കണമെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫ്, വൈസ് പ്രസിഡന്റ് ബീന റോജോ, പഞ്ചായത്ത് അംഗം VK വർഗീസ് തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ഹോസ്പിറ്റലുകളിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിലേക്കും മെഡിക്കൽ എക്യുപ്മെന്റ്സ് മേടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സങ്കീർണമായ നടപടിക്രമങ്ങളെ പറ്റിയുള്ള ന്യൂസ് ഇന്ന് കേരളത്തിൽ വളരെ വ്യാപകമായി നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസം ഏതാണ്ട് 300ഓളം പേഷ്യൻ്റ് വരുന്ന ഞങ്ങളുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രം, ഇവിടെ ഞങ്ങൾ ബഹുമാനപ്പെട്ട MP ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങളുടെ ഈ കാണുന്ന ലാബിലേക്ക് തൈറോയ്ഡ് നോക്കുന്ന ഒരു മെഷീൻ വാങ്ങുവാനായിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ അനുവദിച്ചിരുന്നതാണ്. ആ 2 ലക്ഷം രൂപ ഞങ്ങൾ അനുവദിക്കുകയും അതിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ നമ്മുടെ HMCയുടെയും അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനപ്രകാരം ആ ഒരു മെഷീൻ, തൈറോയ്ഡ് നോക്കുന്ന മെഷീൻ, THS നോക്കുന്ന മെഷീൻ വാങ്ങുവാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തതാണ്. പക്ഷേ ആ തീരുമാനപ്രകാരം ഞങ്ങൾക്ക് ആവശ്യമുള്ള മെഷീൻ ഏതാണെന്ന് തീരുമാനിച്ച് ഞങ്ങളിവിടെ നിന്ന് DMO ഓഫീസിലേക്ക് അതിൻ്റെ കത്തയക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ടേക്ക് പോവുകയും ചെയ്തതാണ്. ഇപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നടക്കുന്നത് പോലെ അതിസങ്കീർണമായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ 1.5 കൊല്ലമായി ആ മെഷീൻ വാങ്ങുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അവിടെ ആ ഫണ്ട് ഏതാണ്ട് ലാപ്സായി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അവിടെ ബയോമെഡിക്കൽ എഞ്ചിനീയർ പറയുന്ന രീതിയിലുള്ള മെഷീൻ മേടിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കൂടെ ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുന്നേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമുള്ള മെഷീനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് സിംഗിൾ കാറ്ററിജ്, മൾട്ടി കാറ്ററിജ്, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട മെഷീനുണ്ട്. ഞങ്ങൾക്കൂടെ സിംഗിൾ കാറ്ററിജ് മതി. കാരണം പറഞ്ഞാൽ ഇവിടെ ഒത്തിരി രോഗികൾ വരുന്നില്ല. അപ്പോൾ ആ രോഗികൾ വരുമ്പോൾ അവർക്ക് TSH, അതായത് തൈറോയിഡ്, ഇപ്പം നമുക്കറിയാം ചെറുപ്പക്കാരായ യുവതികളിൽ സാധാരണ കാണുന്ന ഒബിസിറ്റി, അതായത് വണ്ണം കൂടുന്ന ആളുകളിൽ നമുക്ക് സാധാരണ കാണുന്ന ഒരു അസുഖമാണ് തൈറോയിഡ്. ആ തൈറോയിഡ് നോക്കുവാനും അവർക്ക് രോഗം നിർണ്ണയിച്ച് അവർക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുവാനും സാധിക്കും. അതിനൊപ്പം തന്നെ ഞങ്ങൾ പ്ലാനിട്ടിരുന്ന ആ മെഷീൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിലവിൽ ഞങ്ങൾക്ക് 9 മുതൽ 1 മണി വരെയുള്ള ലാബ് ഞങ്ങൾ രാവിലെ 7 മണി മുതൽ ഒരു സ്റ്റാഫിനെയും കൂടി നിയമിച്ചുകൊണ്ട് വൈകുന്നേരം 3 മണി വരെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കാൻ കൂടി വേണ്ടി തീരുമാനിച്ചതാണ്. പക്ഷേ മെഷീൻ ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് കിട്ടിയില്ല. ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ, ആവശ്യമില്ലാത്ത സങ്കീർണത ഇത് പർച്ചേസ് ചെയ്യുന്നതിനുണ്ടാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഓഫീസർ നമുക്കിവിടെ ഉണ്ട്. ഈ മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഇനിയിപ്പോൾ മാക്സിമം വേണ്ടി വന്നാൽ നമുക്ക് നമ്മുടെ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസറും കൂടി ആലോചിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് ഇവിടെ തന്നെ നമുക്ക് ആവശ്യമുള്ള ആ പർച്ചേസ് നടത്തുവാനുള്ള സംവിധാനം ഉണ്ടാകണം. മീഡിയ അസിസ്റ്റ് കോതമംഗലം.